സ്വാമിയേ ശരണയ്യപ്പ. ഇന്ന് വൃശ്ചിക 1, മണ്ഡലകാലം തുടങ്ങി. ഇത് വൃശ്ചിക മാസം രാവിലെ 7:30 എടുത്ത വീഡിയോയാണ്. അതിഭയങ്കരമായ അയ്യപ്പസ്വാമിമാരുടെ തിരക്കാണ്. ഇത് ആ മാളികപ്പുറത്തിൻ്റെ പുറകിൽ കാണുന്ന ഒരു ചെറിയൊരു ഗാർഡനാണ്. എനിക്ക് വന്ന അമ്പലത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൂവിന് വേണ്ടി വളർത്തുന്നതാണെന്ന് തോന്നുന്നു. കാര്യം മനുഷ്യന്മാർ വെളിയിൽ നിന്ന് ആരും അതിൻ്റെ അകത്ത് കയറാത്ത രീതി കെട്ടിമറച്ചിട്ടേക്കുക, കട്ടയൊക്കെ കെട്ടി. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് മാളികപ്പുറത്തിൻ്റെ അമ്പലത്തിൻ്റെ നേരെ പടിഞ്ഞാറ് ഭാഗമാണ്. ഇതാണ് സിവിൽ ക്യൂവിൻ്റെ അവിടെ വരുമ്പം കാണുന്ന അരവണ കൗണ്ടർ. ഇവിടെ 2 കൗണ്ടറുണ്ട്. ഒന്ന് ക്യൂവിനോട് ചേർന്നും ഒന്ന് ക്യൂവിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു 10 മീറ്റർ ശകലം മാറി. ആ 18-ാം പടിയുടെ അപ്പുറത്തെ ആ കൗണ്ടറിൽ അമിതമായ തിരക്കാണെങ്കിൽ അവിടെ തള്ളി നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ വരുന്നതാണ്. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്. അപ്പുറത്തെ കൗണ്ടർ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് വൈകിട്ടോ നാളെ തുറക്കുമെന്ന് പറഞ്ഞു. സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടെ ഒരു അന്നദാന മണ്ഡപമുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണമുണ്ട്. വരുന്ന സ്വാമിമാർ മാക്സിമം കഴിക്കാൻ ശ്രമിക്കണം. ഞാൻ കയറി കഴിച്ചു. നല്ല ആഹാരമൊക്കെയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്ത് അമ്പലത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. ഞാനൊരു വീഡിയോ എടുക്കാം എന്നോർത്തു. എത്രയും തിരക്കുണ്ട് അത്രയും തിരക്കിൻ്റെ പോലീസുകാരും ഉണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. അമിതമായ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാളികപ്പുറത്തിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറിയില്ല. ഞാൻ സൈഡിൽ നിന്നൊരു വീഡിയോ എടുത്ത് ഞാനിങ്ങ് ഇറങ്ങി. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് സിവിൽ ക്യൂവിൻ്റെ ആ ഭാഗമായത്. ഇവിടെയൊക്കെ അതിഭയങ്കരമായ തിരക്കാണ്. വേണ്ട ജനസാഗരം ഇങ്ങനെ ഒഴുകി പോവുക. കണ്ടോ, പൂഴിമണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്ത രീതി അയ്യപ്പന്മാരുടെ തിരക്കാണ്. ഇത് വൃശ്ചിക 1-ാം തീയതി രാവിലത്തെ വീഡിയോയാണ്. ഇതിനിയും നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഏറിയൽ അടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്വാമിമാരുടെ അമിതമായ തിരക്കായിരിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് നമ്മുടെ ഭസ്മക്കുളത്തിൻ്റെ അവിടോട്ട് പോകുന്ന ഒരു ഇടവഴിയാണ്. ആ മാളികപ്പുറത്തിൻ്റെ അവിടെ നിന്ന് കുറുക്ക് കയറി പോകുന്നതാണ്. മോളിൽ കാണുന്നത് സിവിൽ ക്യൂ ആണ്. ആ സിവിൽ ക്യൂവിൻ്റെ അടിയിൽ കൂടെയും വരാം. ആ നേരത്തെ ആ 18-ാം പടിയുടെ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെ നിന്ന് നേരെ വന്ന് ഇങ്ങോട്ട് കയറാം. ഇവിടെ താഴെയാണ് ഭസ്മക്കുളം. ഭസ്മക്കുളത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ കുട്ടികളും അവരും ഇവരും എല്ലാം കുളിക്കുന്നുണ്ട്. അന്നേരം വീഡിയോയിൽ അതുമെല്ലാം കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നം വരും. നമ്മളാ ഭസ്മക്കുളത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നിടത്താണ് 18 വർഷം തുടർച്ചയായി വന്ന അയ്യപ്പന്മാർ തെങ്ങ് കൊണ്ട് നടന്ന ഒരു ആചാരമുണ്ട്. ആ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഇടത്തെ സൈഡിലാണ് ആ തെങ്ങ് നടുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് നമ്മൾ 18-ാം പടിയുടെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ സ്ക്വയറായ ഗ്രൗണ്ട് ഭാഗമാണ്. ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്. ഏതാണ്ടോ സ്വാമിമാർ നിറച്ച് ക്യൂ നിൽക്കുക. ഇതിൻ്റെ ഒരു 50 ഇരട്ടി നടപ്പന്തൽ മുതൽ മരക്കൂട്ടത്തോട്ടുണ്ട്. ഞാൻ മരക്കൂട്ടം ആ ഭാഗമൊന്നും എടുത്തില്ല. ആ വീഡിയോ ഞാൻ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് വൃശ്ചിക 1-ാം തീയതി ശബരിമല നടയിലെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.
ചില സ്വാമിമാരൊന്നും നാളികേരം ഒന്നും ഉടയ്ക്കുന്നില്ല. വരുന്ന ആ സ്പീഡിൽ എങ്ങനെയും 18-ാം പടി ചവിട്ടി പോയി അയ്യനെ കാണുക എന്നുള്ള ആ മനസ്സിലെ ആ ചിന്ത ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചിലർ അവിടുന്ന് തുറന്നു വിടുമ്പോഴേ നേരെ 18-ാം പടിയിലോട്ട് പോയി പടി ചവിട്ടി അങ്ങ് കയറുക. ആഴിയിലേക്ക് നിറച്ച് നെയ്ത്തേങ്ങ കൊണ്ടിടുന്നുണ്ട്. ഇത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആഴി അതിഭയങ്കരമായിട്ട് കത്തി നിൽക്കും. സ്വാമിയേ ശരണമയ്യപ്പ. അന്നേരം വൃശ്ചിക 1-ാം തീയതിയിലെ സന്നിധാനത്തെ കാഴ്ചയാണ്. ഇനി നമുക്ക് നടപ്പന്തലിലെ അത്യാവശ്യം ക്യൂവും തിരക്കുമൊക്കെ ഒന്ന് കാണാം. വാവർനടയിലും ഭക്തന്മാർ നിറയെ ഉണ്ട്. നമ്മുടെ ആ 18-ാം പടിയുടെ അവിടുത്തെ ആ സ്ക്വയർ ഗ്രൗണ്ടിൻ്റെ അവിടെ മഴ വന്നാലും വെയിൽ വന്നാലും അടിക്കാത്ത രീതി ടെമ്പററി ആയിട്ട് ടാർപോളിൻ കെട്ടിയിട്ടുണ്ട്. അതൊരു ഉപകാരമാണ്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. നടപ്പന്തലിലെ കാഴ്ചയാണ്. ഇതൊരു 7:30-8 മണിയായപ്പോഴുള്ള കാഴ്ചയാണ്. വൃശ്ചികം 1-ാം തീയതിയിൽ നടപ്പന്തലിൽ നിറഞ്ഞ ആളാണ്. ഈ പ്രാവശ്യം കുട്ടികളെയും കൊണ്ട് വരുന്ന ഇവർക്ക് മാത്രമായിട്ട് നടന്നു വരാൻ ഒരു ഗ്രില്ല് ഒഴിച്ചിട്ടിട്ടുണ്ട്. നടപ്പന്തൽ തുടങ്ങുന്ന അവിടെ മുതൽ നടപ്പന്തൽ തീരുന്ന അവിടെ വരെ ഈ നിൽക്കുന്നതൊക്കെ ഒരു ഗ്രില്ല് ഒഴിഞ്ഞിട്ടേക്കുന്ന ഗ്രില്ലിൽ കയറി നിൽക്കുന്നവരാണ് ഈ ഇടത്തെ സൈഡിൽ കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഇടയ്ക്കൂടെ അയ്യപ്പന്മാർ ഇപ്പുറത്തോട്ട് ചാടും. അങ്ങനെ കയറി നിൽക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവരെ അവിടെ നിന്ന് മാറ്റും. ഈ ഒരു ഗ്രില്ല് ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ഒരു ഗ്രില്ല് ഫ്രീ ആയിട്ടിട്ടേക്കുക. കൊച്ചു കുട്ടികളെയും കൊണ്ട് വരുന്നവർ ക്യൂവിൽ നിന്ന് ഇടികൊണ്ട് ബുദ്ധിമുട്ടാത്ത രീതി ഒഴിച്ചിട്ടേക്കുന്നതാണ്. ഇത് തിരക്കില്ലാത്തത് കൊണ്ടല്ല. ആ ഒരു ഗ്രില്ലിലെ 2 ഗ്രില്ലിലെ അയ്യപ്പന്മാരെയാണ് ഇപ്പം അങ്ങോട്ട് അവിടെ നിന്ന് തുറന്നു വിട്ടത്. അത് കാലിയായതിൻ്റെ ആണ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ അടുത്ത സെല്ല് തുറന്ന് ഇങ്ങോട്ട് വിടും. സ്വാമിയേ ശരണമയ്യപ്പ. അതിശക്തമായ തിരക്കാണ് വൃശ്ചിക 1-ാം തീയതി ഈ സമയത്ത്. ഒരു 2 ദിവസം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥിതിഗതികളെല്ലാം മാറും. പിന്നെ ഏറിയാൽ അടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് 12 വിളക്കിൻ്റെ അന്ന് വരണം എന്നൊരു പ്ലാനിലൊക്കെയാണ്. നടക്കുമോ എന്ന് ഒരു ഉറപ്പില്ല. എന്നിരുന്നാലും മാക്സിമം ഞാൻ വരാൻ നോക്കും. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഇതിപ്പോൾ സന്നിധാനത്തെ വീഡിയോ ആണ്. ഇനി പമ്പ മുതൽ സന്നിധാനം വരെ ഉള്ള വീഡിയോ അടുത്ത ദിവസം ചെയ്യാം. വീഡിയോ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളായിട്ട് ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യണം. അന്നേരം പമ്പ തൊട്ട് സന്നിധാനം വരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും പറയാം. സ്വാമിയേ ശരണമയ്യപ്പ.